കുറച്ച് ട്രാൻസ്ലേഷൻ നോക്കാം ഈ വീഡിയോയിൽ. കുറച്ച് അധികം ബുദ്ധിമുട്ടുകളുള്ളതാണ്, അത്ര എളുപ്പമുള്ള സെൻറ്റൻസുകളല്ല, എങ്കിലും ശ്രമിച്ച് നോക്കാം. നമ്മൾ പറയാറില്ലേ കാലുവേദന ഉണ്ട്, കൈവേദന ഉണ്ട്, തലവേദന ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ വേദനയ്ക്ക് എന്താ പറയുക? ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ചോദിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം, എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിക്കും ഡോക്ടർ. അപ്പോൾ പറയും നമ്മൾ കൈവേദനിക്കുന്നു, കാല് വേദനിക്കുന്നു. അപ്പോൾ ഈ കാല് വേദനിക്കുന്നു 2 വാക്കുകളേ അതിലുള്ളൂ. പക്ഷെ അതിന് ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇംഗ്ലീഷിലേക്ക് നോക്കാം. മൈ ലെഗ് ഹേർട്സ്, മൈ ലെഗ് ഹേർട്സ്, എൻ്റെ കാല് വേദനിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ ഡോക്ടർ ചോദിക്കാം കാലിൽ എവിടെയാണ്, കൃത്യമായിട്ട് എവിടെയാണ് വേദന എന്ന് ചോദിക്കാം. വേർ എക്സാക്ട്ലി ഡസ് ഇറ്റ് ഹേർട്ട്, വേർ എക്സാക്ട്ലി ഡസ് ഇറ്റ് ഹേർട്ട്, കാലിൽ ശരിക്കും എവിടെയാണ് വേദന. ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ പറയാറുണ്ട് ഞാൻ പഠിച്ചത് ചെന്നൈയിലാണ്, ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്, പഠിച്ചത് ഫ്രാൻസിലാണ് എന്നൊക്കെ പറയാറുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. I received my education in France. I received my education in France. ഇനി അല്ല, അതിനെ മറ്റേ രീതിയിലാണ് പറയേണ്ടതെങ്കിൽ അങ്ങനെയും പറയാം നമുക്ക്. I studied in France. I studied in France. അപ്പം നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തനിച്ച് ചെയ്താൽ ആ ജോലി തീരില്ല. അപ്പോൾ ഒരാളും കൂടെ, നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അയാൾ നാളെയും ജോലിക്ക് വരണം. ഇന്ന് ജോലി ചെയ്ത് തീർന്നിട്ടില്ല, അപ്പോൾ നാളെയും അയാൾ വരണം ജോലിക്ക്. അപ്പോൾ അയാളോട് നാളെ നീ വരണം എന്ന് പറയാണ്. യു ഷുഡ് കം എന്ന് പറയാതെ എനിക്ക് നീ നാളെ വരണം, എനിക്ക് നീ നാളെ വരണം എന്നാണ് അയാളോട് പറയേണ്ടതെങ്കിൽ ഐ വാണ്ട് യു ടു കം ടുമാറോ, ഐ വാണ്ട് യു ടു കം ടുമാറോ, എനിക്ക് നീ നാളെ വരണം. ചിലപ്പോൾ നമ്മൾക്ക് വല്ല പരിപാടി പങ്കെടുക്കാനുണ്ടാവും, മീറ്റിങ്ങോ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം, കാരണം തിരക്കായിരിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രദറിനോട് ആരോടെങ്കിലും നീ അവിടെ പോകണം എന്നുള്ള അർത്ഥത്തിൽ ഐ വാണ്ട് യു ടു അറ്റൻഡ് ദ പാർട്ടി, ഐ വാണ്ട് യു ടു അറ്റൻഡ് ദ പാർട്ടി, നീ ആ പാർട്ടിയിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് എന്നൊക്കെ പറയാം. ഐ വാണ്ട് യു ടു പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ അറ്റൻഡ് ദ പാർട്ടി എന്ന് പറയാം. ഐ വാണ്ട് യു എന്ന് പറഞ്ഞിട്ട് എന്താണോ ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞാൽ, അപ്പോൾ നീ എനിക്ക് നാളെ വരണം, നീ നാളെ പോകണം, നീ എനിക്കിത് ചെയ്തു തരണം എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഐ വാണ്ട് യു ടു വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇനി നമ്മൾ പറയാറുണ്ട് അവൻ പറയുന്നത് ഞാൻ കേട്ടു, അവൻ പറയുന്നത് ഞാൻ കേട്ടു. ഇതിന് ഇങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അവൻ പറയുന്നത് ഞാൻ കേട്ടു, ഐ ഹേർഡ് ഹിം സേ, ഐ ഹേർഡ് ഹിം സേ, അവൻ പറയുന്നത് ഞാൻ കേട്ടു. ഇനി എനിക്ക് ഗോൾഫ് കളിക്കാൻ അറിയില്ല, എന്തെങ്കിലും ഒരു കളി, ക്രിക്കറ്റോ ഫുട്ബോളോ എന്തെങ്കിലും ഒരു കളി കളിക്കുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല എന്ന് പറയണമെന്ന് വിചാരിക്കാം. ക്രിക്കറ്റ് കളിക്കുന്നത് എങ്ങനെ എന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്നായി. പിന്നെ എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഹൗ, ഐ ഡോണ്ട് നോ ഹൗ. പിന്നെന്താണ്, ക്രിക്കറ്റ് കളിക്കുക, ടു പ്ലേ ക്രിക്കറ്റ്, ഐ ഡോണ്ട് നോ ഹൗ ടു പ്ലേ ക്രിക്കറ്റ്, ഐ ഡോണ്ട് നോ ഹൗ ടു പ്ലേ ക്രിക്കറ്റ്, ക്രിക്കറ്റ് കളിക്കുക എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഇനി നമ്മൾ പറയാറുണ്ട് നമുക്ക് ചുറ്റും ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ. ആളുകൾ ഉണ്ടെന്നാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കണം, നമുക്ക് ചുറ്റും ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്, നമുക്ക് ചുറ്റും ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ. ഇതിൽ വകയില്ല എന്നുള്ളതിന് എഫോർഡ് എന്നാണ് പറയാം. വാങ്ങാൻ സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തവരെ എഫോർഡ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് കഴിയാത്തവരെ എഫോർഡ്. അപ്പോൾ നമുക്ക് ചുറ്റും ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ. ഇതിനെ നമ്മൾക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾക്ക് ചുറ്റും ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ഇതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് നമ്മൾ ആദ്യം രൂപപ്പെടുത്തിയെടുക്കുക. ഉണ്ട്, there are, കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ എന്നുള്ളത് പ്ലൂരലാണ്. അപ്പോൾ there are ദശലക്ഷക്കണക്കിന് എന്ന് പറയുകയാണെങ്കിൽ മില്യൺസ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സെൻറ്റൻസ് ഏകദേശം ഒരു രൂപമായി. there are millions of people, ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട് എവിടെ, നമുക്ക് ചുറ്റും, around us, there are millions of people around us
ഹൂ കാൺട്ട് അഫോർഡ് എ സിംഗിൾ മീൽ. ഹൂ ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഹൂ കാൺട്ട് അഫോർഡ് എ സിംഗിൾ മീൽ. സിംഗിൾ മീലിന് കാശ് കൊടുക്കാൻ കഴിയാത്തവർ, വകയില്ലാത്തവർ, അവർ എന്നും കൂടെ അവിടെ ശ്രദ്ധിക്കണം. ഹൂ കാൺട്ട് അഫോർഡ്. ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവർ, പീപ്പിൾ ഹൂ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. ഇഷ്ടമില്ലാത്തവർ, ചെയ്യാത്തവർ, പറയാത്തവർ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഹൂന്ന് ചേർക്കുക. ആ ഹൂവിൻ്റെ അർത്ഥം ആര് എന്നുള്ളതല്ല, അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മളെ ചോദ്യത്തിലേക്ക്, വലിയ ചോദ്യത്തിലേക്ക് വരാം. ദർ ആർ മില്യൺസ് ഓഫ് പീപ്പിൾ എറൗണ്ട് അസ്. നമുക്ക് ചുറ്റും ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് ഒരു സമയത്തെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊടുക്കാനുള്ള കാശില്ല. കൊടുക്കാൻ കാശില്ല, അഫോർഡ്. അപ്പോൾ ദർ ആർ മില്യൺസ് ഓഫ് പീപ്പിൾ എറൗണ്ട് അസ്. എറൗണ്ട് അസ് നമുക്ക് ചുറ്റും. ദർ ആർ മില്യൺസ് ഓഫ് പീപ്പിൾ, ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. ഹൂ കാൺട്ട് അഫോർഡ്. അവർക്ക് കഴിയില്ല എന്ത് കൊടുക്കാൻ, എന്തിനു കൊടുക്കാൻ കഴിയില്ല? കാൺട്ട് അഫോർഡ് എ സിംഗിൾ മീൽ. ഒരൊറ്റ നേരത്തെ ഭക്ഷണത്തിന് കാശ് കൊടുക്കാൻ കഴിയാത്തവർ ദശലക്ഷക്കണക്കിന് ആളുകൾ, അങ്ങനത്തെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ഒരു വലിയ സെൻറ്റൻസിനെ നമ്മൾ ഇതിലേക്ക് മാറ്റിയെടുത്തു. ഞാൻ ആ സെൻറ്റൻസ് ഒന്നുകൂടി പറയാം. ദർ ആർ മില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് അസ് ഹൂ കാൺട്ട് അഫോർഡ് എ സിംഗിൾ മീൽ. ഹൂ കാൺട്ട് അഫോർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം, കൊടുക്കാൻ കഴിയാത്തവർ. അപ്പോൾ അതുപോലെ നമുക്ക് ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവർ, ഐസ്ക്രീം ഇഷ്ടമുള്ളവർ, പീപ്പിൾ ഹൂ ലൈക്ക് ഐസ്ക്രീം. ഈ ലൈക്ക് എന്ന് വരാൻ എന്താ കാരണം? ലൈക്സ് എന്താണ് ലൈക്കിൻ്റെ കൂടെ എസ് വരാതിരുന്നത്? പീപ്പിൾ പ്ലൂരലാണ്, ബഹുവചനാണ്. അപ്പോൾ പീപ്പിൾ ഹൂ ലൈക്ക് ഐസ്ക്രീം, ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പോൾ ഇനി ഐസ്ക്രീം ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിലോ? പീപ്പിൾ ഹൂ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം, ഐസ്ക്രീം ഇഷ്ടപ്പെടാത്ത ആളുകൾ. ഇവിടെ ഹൂ എന്ന് വന്നു വിചാരിച്ചിട്ട് ആര് എന്നുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുപോയി തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് അതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർ, ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവർ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കാം. പൂവിൻ്റെ മണം ഇഷ്ടമുള്ളവർ, മണം ഇഷ്ടമില്ലാത്തവർ. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്താശയം സ്ട്രക്ചറിൽ മാറ്റം വരുത്താതെ ഇതേ രീതിയിൽ, ഇതേ അർത്ഥത്തിലായിരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ, ഇഷ്ടപ്പെടാത്തവർ, കളിക്കുന്നവർ, കളിക്കാത്തവർ, പീപ്പിൾ ഹൂ പ്ലേ, കളിക്കുന്നവർ, പീപ്പിൾ ഹൂ ഡോണ്ട് പ്ലേ, കളിക്കാത്തവർ. ഈ അർത്ഥത്തിലാണ് ഹൂ വെച്ചിട്ട് ഇടയ്ക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി വേറൊരു വലിയൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ ഓഫീസിൽ ഇന്നലെ ലേറ്റായിട്ട് വന്നത്. അപ്പോൾ ദിസ് മേ ബി വൈ ഹീ കെയിം ലേറ്റ് ടു ദി ഓഫീസ് യെസ്റ്റർഡേ. ദിസ് മേ ബി വൈ ഹീ കെയിം ടു ദി ഓഫീസ് ലേറ്റ് യെസ്റ്റർഡേ. അപ്പോൾ ദിസ് മേ ബി വൈ, നമ്മൾ ഇതിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താ? ദിസ് മേ ബി വൈ. ദിസ് മേ ബി വൈ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടായിരിക്കാം ഹീ കെയിം ലേറ്റ് ടു ദ ഓഫീസ്, ഓഫീസിലേക്ക് ലേറ്റായിട്ട് വന്നത്. എപ്പോൾ? ഇന്നലെ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ ശ്രദ്ധിക്കണം. ദിസ് മേ ബി വൈ. അപ്പോൾ ദാറ്റ് മേ ബി വൈ എന്ന് പറഞ്ഞാലോ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ദിസ് മേ ബി വൈ, ദിസ് ഈ എന്നല്ലേ, ഇതുകൊണ്ടായിരിക്കാം. ദിസ് മേ ബി വൈ ഹീ കെയിം ലേറ്റ് ടു ദി ഓഫീസ് യെസ്റ്റർഡേ. അപ്പോൾ ഇതുകൊണ്ടായിരിക്കാം, ഈ കാരണം കൊണ്ടായിരിക്കാം അവൻ ഇന്നലെ ഓഫീസിലേക്ക് ലേറ്റായിട്ട് വന്നത്. ഇതാണ് ട്രാൻസ്ലേഷൻ്റെ രീതി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വേർഡിൽ ഒരു മാറ്റവും വരുത്താതെ, അർത്ഥത്തിലൊരു വ്യത്യാസവും വരാൻ പാടില്ല. കറക്റ്റ് അതേ അർത്ഥം തന്നെ നമ്മൾ ഫോളോ ചെയ്യണം, ഉണ്ടായിരിക്കണം. സാധനം ഇട്ടത് അവൻ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ തന്നെയാണ് എന്നുള്ളതിന് ഐ ഡു ബിലീവ്, ഞാൻ അത് വിശ്വസിക്കുന്നു. എന്താണ് ഡു ബിലീവ്? ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ഡു ബിലീവ് ദാറ്റ് ഹീ ഈസ് ദ വൺ. അവൻ തന്നെയാണ്, അവനാണ്. ഐ ഡു ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താണ്? ഹീ ഈസ് ദ വൺ ഹൂ പുട്ട് സംതിങ് മിസ്ചീവിയസ്ലി ഇൻ മൈ ബാഗ്. ഐ ഡു ബിലീവ് ദാറ്റ് ഹീ ഈസ് ദ വൺ. ഐ ഡു ബിലീവ് ദാറ്റ് ഹീ ഈസ് ദ വൺ ഹൂ പുട്ട് സംതിങ് ഇൻ മൈ ബാഗ് മിസ്ചീവിയസ്ലി. കുസൃതിയോടെ നമ്മൾ തമാശക്കൊക്കെ ചെയ്യുന്നില്ലേ, അതിനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അവൻ തന്നെയാണ് എൻ്റെ ബാഗിൽ ഈ കുസൃതിക്കായിട്ട്, തമാശക്കായിട്ട് ഈ സാധനം ഇട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഐ ഡു ബിലീവ് ദാറ്റ് ഹീ ഈസ് ദ വൺ. അവനാണ്, ഹീ ഈസ് ദ വൺ ഹൂ പുട്ട്. ആരാണോ ഇതിലിട്ടത് അത് അവനാണ് എന്നാണ് ഇവിടെ ഹൂവിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മളത് ശരിക്കും നേരെ പറയുമ്പോഴെങ്ങനെ വരും? അവൻ തന്നെയാണ് അത് ഇട്ടത് എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. ആരാണോ ഇട്ടത് അത് അവനാണെന്ന് പറയുന്നത് വളച്ച് പറയാതെ
അപ്പോൾ അവൻ തന്നെയാണ് അതിട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഡു ബിലീവ് ദാറ്റ് ഹീ ഈസ് ദ വൺ ഹൂ പുട്ട് സംതിങ് ഇൻ മൈ ബാഗ് മിസ്ചീവിയസ്ലി, കുസൃതിയായിട്ട്, തമാശയ്ക്കായിട്ട്. അർത്ഥം വിട്ടുപോകാൻ പാടില്ല, അതേസമയം ഗ്രാമറിൽ മിസ്റ്റേക്ക് ഉണ്ടാവാനും പാടില്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് പറയണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.